പ്രൈസ് ദി ലോർഡ്. ഗോഡ് ഈസ് ലവ് വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ 76ാമത്തെ ഓൺലൈൻ ഫെലോഷിപ്പിലേക്ക് കടന്നു വന്നിട്ടുള്ള ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള ദൈവദാസിദാസന്മാർ, ദൈവമക്കൾ, ഓൺലൈനിലൂടെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ക്ഷണം സ്വീകരിക്കാൻ നമ്മുടെ ദൈവനെ സൃഷ്ടിക്കായി കടന്നു വന്നിട്ടുള്ളത് പാസ്റ്റർ മാത്യു ജോസഫ് ആണ്. പ്രിയ ദേവദാസിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ ദേവദാസൻ കടന്നു വന്നിട്ടുള്ള നോർത്ത് ഇന്ത്യയിൽ നിന്നുമാണ്. നോർത്ത് ഇന്ത്യയിലുള്ള വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കർത്താവ് പ്രിയ ദേവദാസിനെ അതിശക്തമായി ഈ കാലഘട്ടത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ എളിയ ക്ഷണം സ്വീകരിച്ച് വന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഗോഡ് ഈസ് ലവ് വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ പേരിലുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ഇന്നത്തെ ദൈവവചന സന്ദേശം ഓൺലൈനിലൂടെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്കും സൂം പ്ലാറ്റ്ഫോമിലൂടെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്കും ഒരുപോലെ അനുഗ്രഹമായി തീരുന്ന പ്രാർത്ഥിച്ചുകൊണ്ട് പ്രിയ ദേവദാസനെ ശുശ്രൂഷയ്ക്കായി ക്ഷണിച്ചുകൊള്ളുന്നു. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിൽ അനുഗ്രഹീതമായിരിക്കുന്ന ഈ സന്ധ്യയ്ക്കായിട്ട് നന്ദി പറയുന്നു. വിവിധ ടൈം സോണുകളിൽ വിവിധ രാജ്യങ്ങളിലിരുന്ന് ദൈവവചന കേൾവിക്കായിട്ട് ഗോഡ് ഈസ് ലവ് എന്ന ഓൺലൈൻ ഫെലോഷിപ്പിന് നേതൃത്വം കൊടുക്കുന്ന പ്രിയ ഡെന്നീസ് ബ്രദർ ആൻഡ് സിസ്റ്റർ സിജി അവറുകൾ, തൻ്റെ മാതാവ്, തൻ്റെ മകൻ, അപ്പോൾ തന്നെ ഈ കൂട്ടായ്മയിൽ ദൈവവചനം 76 എപ്പിസോഡിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്ന് ദൈവവചനം ശ്രവിക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ വന്ദനം അറിയിക്കുക. അപ്പോൾ തന്നെ പാട്ടുകൾ, ആരാധനാ ഗീതങ്ങൾ പാടി നമ്മെ വളരെ ആനന്ദത്തിലേക്ക്, സന്തോഷത്തിലേക്ക് നയിക്കും. ഈ അവസരത്തിൽ കർത്താവ് ബലപ്പെടുത്തട്ടെ. സ്തോത്രം. വളരെ അനുഗ്രഹീതമായ ഒരു അനുഭവത്തിലാണല്ലോ നാം ആയിരിക്കുന്നത്. ലോകത്തിന്റെ ഉണർവിന് വേണ്ടി ഒരുങ്ങപ്പെട്ടിരിക്കുന്ന ഒരു ജനതയാണ്. റിവൈവൽ മീൻസ് റീവൈവ്. ആമേൻ എന്ന് പറഞ്ഞാൽ ബ്രിങ് ബാക്ക് ടു ദ ലൈഫ്. നമ്മുടെ ഒരു ആത്മീയ ജീവനിലേക്ക് ദൈവസഭ എഴുന്നേൽക്കുന്ന ഒരു കാലഘട്ടമാണ്. ഞാൻ പറയട്ടെ, ഭാരതത്തിന്റെ ഉണർവിനായിട്ട് ഭാരതത്തിന്റെ അൺറീച്ചഡ് സ്ഥലത്ത്, സുവിശേഷം എത്തിയിട്ടില്ലാത്ത സ്ഥലങ്ങളിൽ ദൈവസഭകൾ സ്ഥാപിക്കുകയും ഭാരതത്തിൽ ഉണർവിനായി ഞങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഞാനൊരു വാക്ക് മാത്രം പറഞ്ഞ് തിരുവചനത്തിലേക്ക് പോവുകയാണ്. ഞാൻ ഹിമാചൽ പ്രദേശിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ 21 ദിവസത്തെ ഫാസ്റ്റിംഗിൽ ദൈവം എന്നോട് ഒരു വിഷൻ നൽകി. ആ വിഷന്റെ പേരാണ് പ്രൊസോക്കി. 20ാമത്തെ ദിവസം ദൈവം എന്നെ കാണിച്ചു പ്രൊസോക്കി എന്ന് പറഞ്ഞ ഒരു ഗ്രീക്ക് വേർഡ്. എനിക്കതിന്റെ മീനിങ് അറിയത്തില്ല. ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവം സംസാരിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഞങ്ങൾ ഇലക്ട്രിസിറ്റി ഇല്ലാത്ത സ്ഥലത്ത് നിന്ന് ഇന്റർനെറ്റ് ഉള്ള സ്ഥലത്തിലേക്ക് പോയി. ഞാനത് സെർച്ച് ചെയ്തു, പഠിച്ചു. അപ്പോൾ ദൈവം പറഞ്ഞു, ലുക്ക് ദ സറൗണ്ടിങ് സിറ്റുവേഷൻ, യു ഹാവ് ഇറ്റ്. എന്നിട്ട് പ്രാർത്ഥിക്കുക. സഭകൾ ഡെഡായിക്കൊണ്ടിരിക്കുന്നു, ദൈവത്തിന്റെ പ്രവർത്തികൾ മന്ദതയായിക്കൊണ്ടിരിക്കുന്നു, ഉണർവിന് തടസ്സമായിട്ട് ജനം പലരും കിങ്ഡത്തെ യൂസ് ചെയ്യുന്നില്ല. കിങ്ഡത്തിന്റെ പ്രിൻസിപ്പിൾ എന്തെന്നറിയുന്നില്ല. രാജ്യങ്ങളുടെ ഉണർവിന് തടസ്സമായി നിൽക്കുന്നു. നമ്മൾ അങ്ങനെയല്ല. ഈ ഉണർവിനായിട്ട് നമ്മെ ദൈവം വിളിച്ചിരിക്കുക. അപ്പോൾ തന്നെ ദൈവം പറഞ്ഞു, ആമേൻ, ആമേൻ, വി ആർ ദ ടെമ്പിൾ ഓഫ് ഗോഡ്. ഗോഡ് ഹാസ് വിത്ഡ്രോൺ ഹിംസെൽഫ്. മന്ദിരത്തിൽ നിന്നിറങ്ങിപ്പോയി മനുഷ്യനിർമ്മിത ശരീരങ്ങളായി മാറി. 3, സ്ലീപ്പിംഗ് ആൻഡ് സ്നോറിംഗ്. സഭകൾ ഉറങ്ങി കൂർക്കം വലിക്കുന്നു. ആമേൻ. ഹാസ് വാനിഷ്ഡ്. എല്ലാവരുടെയും യൂണിറ്റുകൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. ദൈവം പറഞ്ഞു, ഞാൻ സഭകളെ ലോക്ക് ചെയ്യും, ചർച്ചിനെ ഞാൻ ലോക്ക് ചെയ്യും. ആമേൻ എന്ന് ദൈവം പറഞ്ഞു. ഭാരതത്തിൽ ഹിമാചലിൽ നിന്ന് കേരളത്തിലേക്ക് കടന്നു വന്നു. കേരളത്തിലേക്ക് കടന്നു വന്ന അനേകം പേർക്ക് ഞാൻ മെയിൽ അയച്ചു. ഭാരതത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, എന്തോ സംഭവിക്കുവാൻ വേണ്ടി പോകുന്നു എന്ന ഒരു ഉൾഭയം ഉണ്ടാകുവാനിടയായി. അങ്ങനെ ഞങ്ങൾ കോയമ്പത്തൂരിൽ നിന്ന് ഭാരതത്തിന്റെ ഉണർവിന് വേണ്ടി ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ കോവിഡ് എന്ന് പറയുന്ന മഹാമാരി നമ്മെ അറസ്റ്റ് ചെയ്യുവാനിടയായി. ഇത് 2ാമത്തെ ചാൻസ് ആണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ദൈവത്തെ മറന്നു. ആമേൻ. നമുക്കറിയാം, ഈ ലോകത്തെ സ്നേഹിക്കുന്നവർ എഴുന്നേറ്റ് കഴിഞ്ഞു. മെറ്റീരിയലിസം വെളിപ്പെട്ട് കഴിഞ്ഞു. സ്ട്രേഞ്ചർ ഗോഡിനെ ആരാധിക്കുന്ന സിസ്റ്റങ്ങൾ വെളിപ്പെട്ട് കഴിഞ്ഞു. ഈച്ചിങ് ഗോസ്പൽ വന്നു. ആമേൻ. നമുക്കറിയാം, ഡ്യൂപ്ലിക്കേറ്റ് ഗോസ്പൽ വന്നു. മോക്കേഴ്സ് എഴുന്നേറ്റു. ആമേൻ. സെക്ഷൽ ഇമ്മോറാലിറ്റി വെളിപ്പെട്ടു. ഇതിന്റെയൊക്കെ പിന്നിൽ, ഈ സൈനിന്റെയൊക്കെ പിന്നിൽ ഒരു എൻഡ് ടൈം റിവൈവൽ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ഒരു ലേറ്റർ റെയിൻ
നമ്മളിൽ കൂടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. എത്ര പേർക്ക് മനസ്സുണ്ട് ഭാരതത്തിൽ ഒരു ഉണർവ് നടക്കണം? നമ്മുടെ പ്ലാറ്റ്ഫോമിനകത്ത് ദൈവ ശബ്ദങ്ങൾ കേട്ടുകൊണ്ട് ദൈവരാജ്യത്തിന്റെ കിങ്ഡത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ചില ക്വാളിറ്റിയുള്ള വെസലിനെ ദൈവം എഴുന്നേൽപ്പിക്കുന്ന രാത്രിയാണ് ഇന്നത്തെ രാത്രി. എത്ര പേർക്ക് സന്തോഷമുണ്ട്? അങ്ങനെ ഒരു ഉണർവ് ഭാരതത്തിൽ നടക്കട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർപ്പിക്കാം. എന്റെ ടെസ്റ്റ് മണിയൊന്നും ഞാൻ അധികം പറയുന്നില്ല. ആമേൻ, സ്തോത്രം. 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം 4-5 വാക്യം നമുക്ക് ചേർന്ന് ഒരാൾക്ക് വായിക്കാം, അല്ലെങ്കിൽ ഞാൻ തന്നെ വായിക്കാം. മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യമായ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗൃഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവപ്രസാദമുള്ള ആത്മീയ യാഗം കഴിപ്പാൻ തന്നെ വിശുദ്ധ പുരോഹിതവർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. ദൈവത്തിന് പ്രോമിസ് ഉണ്ട്. ദൈവം പ്രോമിസിന്റെ ദൈവമാണ്. ദൈവം പ്രിൻസിപ്പിളുടെ ദൈവമാണ്. ദൈവം പ്രവചനം ചെയ്യുന്ന ദൈവമാണ്. അങ്ങനെ എൻകൗണ്ടർ വിത്ത് ക്രൈസ്റ്റ്, ദൈവവുമായിട്ട് നിനക്കൊരു ബന്ധമുണ്ടെങ്കിൽ, താങ്കൾക്കൊരു ബന്ധമുണ്ടെങ്കിൽ, ഗോഡ് ഈസ് എ ഫെയ്ത്ത്ഫുൾ ഗോഡ്. ദൈവം നീതിയുള്ള സത്യമുള്ള ട്രൂ ഗോഡാണ്. അതിന്റെ അർത്ഥം ഡിപ്പെൻഡബിൾ, ആശ്രയയോഗ്യമായ ദൈവം, റിയലബിൾ, വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അങ്ങനെയാണെങ്കിൽ സ്ക്രിപ്ചർ എന്ന് പറയുന്നത്, ബൈബിൾ എന്ന് പറയുന്നത് ഈസ് എ പ്രോഫിറ്റബിൾ. ദൈവവചനം എപ്പോഴും നമ്മൾ ശ്രവിക്കുമ്പോൾ ഇതിനകത്ത് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ദൗത്യങ്ങളുണ്ട്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന സുവിശേഷത്തിന്റെ മാനദണ്ഡങ്ങളുണ്ട്. നാം കേൾക്കുന്നവരല്ല, അനേകം പേരുടെ കണ്ണുനീരൊപ്പുവാൻ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു എന്ന് ഇന്ന് രാത്രി നാം തിരിച്ചറിയണം. നമുക്കറിയാം, ലേവ്യ പുസ്തകം നിയമങ്ങൾ നാം പഠിക്കുമ്പോൾ യാഗത്തിന് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന യാഗം എന്ന് പറയുന്നത്, ആ യാഗാർപ്പിതം എന്ന് പറയുന്നത് നിർമ്മലതയുള്ളതിനെയാണ് യാഗാർപ്പിതത്തിന് വേണ്ടി മാറ്റിവെക്കുന്നത്. അതിന്റെ അർത്ഥം ഹാഗ്നിയ എന്നാണ് പറയുന്നത്. യാഗമൃഗത്തെ, ആട്ടുകുറ്റനെ അല്ലെങ്കിൽ കാളക്കുറ്റനെ യാഗം കൊടുക്കുവാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ ലേവ്യ നിയമം അനുസരിച്ച് പഴക്കമുള്ള പുരോഹിതന്മാർ തന്റെ ശരീരത്തെ, അല്ലെങ്കിൽ ആട്ടുകുറ്റന്റെ അല്ലെങ്കിൽ കാളക്കുട്ടന്റെ ശരീരത്തെ നന്നായിട്ട് പഠിക്കും. അവർ ഉടുവുണ്ടോ, ചതവുണ്ടോ, തീർന്നില്ല ഉളുക്കുണ്ടോ, അവലക്ഷണമുണ്ടോ എന്ന് പുനഃപരിശോധിക്കും. അതിന്റെ അർത്ഥം അത് പരിശോധിച്ചിട്ട് അടുത്ത പുരോഹിതന്റെ അടുത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അടുത്ത പുരോഹിതൻ തമീം എന്ന് പറയും. അതിന്റെ അർത്ഥം ഈ ആട്ടുകുറ്റന്റെ ശരീരത്തിനകത്ത് ഒരു ഉളുക്കോ ചതവോ ഒന്നുമില്ല, പുഷ്ടിയുള്ള ഒരു യാഗമൃഗമെന്ന് വിശേഷിപ്പിക്കും. അതിനുശേഷം ഇതിനെ യാഗത്തിന് വേണ്ടി അടുത്ത അതിന്റെ കർമ്മം ചെയ്യുന്ന പുരോഹിതന്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയാ. ഇന്ന് രാത്രി നമ്മുടെ ശ്രദ്ധ തിരിയുന്നത് എങ്ങോട്ടാണെന്നറിയാമോ? കാൽവറിയുടെ കൊലമരത്തിനകത്ത്, പീലാത്തോസിന്റെ പ്രിട്ടോറിയത്തിനകത്ത് പലരും പരിശോധിച്ചിട്ട് യോഗ്യനായ ഒരുവനുണ്ടെങ്കിൽ ഇന്ന് രാത്രി നാം ആരാധിക്കുന്ന ദൈവമാണ്. ആ ദൈവം യോഗ്യനായ ദൈവമായതുകൊണ്ട് പീലാത്തോസ് എഴുതപ്പെട്ടിരിക്കുന്നു, ഇവനിൽ ഞാൻ ഒരു കുറ്റവും കാണുന്നില്ല. യാഗാർപ്പിത വസ്തുത എന്ന് പറയുന്ന ഞാനും നീയും ഊനമില്ലാതെ മാറിയത് ദൈവത്തിന്റെ വിശുദ്ധിയിലേക്ക് ദൈവം നമ്മളെ പണിയാൻ ആഗ്രഹിക്കുന്നത്, ലോകത്തിന്റെ ഉണർവിനായിട്ട് നമ്മെ ദൈവം വേർതിരിച്ചിട്ടുണ്ടെങ്കിൽ സഹോദരന്മാർ, ഇന്ന് രാത്രി ദൈവത്തിന്റെ പ്രിൻസിപ്പിൾ മനസ്സിലാക്കുക. ഇന്ന് രാത്രി ദൈവത്തിന്റെ പ്രോമിസ് നീ അല്ലാതെ ഒരു ഉണർവ് ഇന്ന് രാത്രി നാം ആഗ്രഹിക്കുന്നില്ല. എത്ര പേർക്ക് അന്നാമേൻ പറയാൻ പറ്റും? ഇതിനകത്തിരിക്കുന്ന ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്നവരെല്ലാം അടുത്തൊരു ഉണർവിന് വേണ്ടി ആഗ്രഹിക്കുന്നു. യു ആർ ദ പാർട്ട് ഓഫ് ദ റിവൈവൽ. നിങ്ങളിലാണ് ഉണർവ് സംഭവിക്കുന്നത്. ആ ഉണർവിന് വേണ്ടി, ആ നെറ്റ്വർക്കിന് വേണ്ടി ഈ രാത്രി നമ്മളെ സജ്ജരാക്കട്ടെ. പലയിടത്തും കോടിയാണ് ദൈവം, പലയിടത്തും സ്തോത്രം ദൈവം ആരെന്നറിയത്തില്ല. സത്യം അറിയാതിരിക്കുമ്പോൾ, സനാതന നിയമങ്ങൾ എന്തെന്നറിയാതിരിക്കുമ്പോൾ, ദൈവത്തിന്റെ ഔന്നിത്യം എന്തെന്ന് അറിയാതിരിക്കുമ്പോൾ, ദൈവം ആരെന്നും അവന്റെ സമ്പത്തെന്നും
അവന്റെ നിലവാരം എന്തെന്നും എന്നൊന്നും അറിയാതിരിക്കുമ്പോൾ ഈ രാത്രി നമ്മെ വേർതിരിക്കുകയാണ് അസാധാരണമായ ഒരു ഉണർവിന് വേണ്ടി. അങ്ങനെ ഒരു അഭിഷേകത്തിന്റെ പുതപ്പ് ഈ രാത്രി നിങ്ങളുടെ മേൽ വീഴുവാൻ എത്ര പേർക്ക് ഇന്ന് രാത്രി ആഗ്രഹമുണ്ട്? ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ മൗനമായിരിക്കുന്നത്. എനി ബിലീവർ who want to see the covenant of God, the speaking of God, first requirement is the knowledge. ദൈവവചനത്തിന്റെ ആധികാരികതയാണ് നമ്മളെ പലപ്പോഴും ആത്മീയ ജീവിതത്തിന്റെ സുവിശേഷത്തെ ചുമക്കുന്ന ഒരു വെസലാക്കി ദൈവം മാറ്റുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പൗലോസ് ഇങ്ങനെ പറഞ്ഞത്, ഞാൻ സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ഒട്ടും ലജ്ജയില്ല. അതിന്റെ അർത്ഥം ആമേൻ നേഴ്സിംഗ് മദർ എന്നാണ് പൗലോസ് പറയുന്നത്. ഒരു നേഴ്സിംഗ് മദർ അല്ലെങ്കിൽ ഒരു അമ്മ തന്റെ കുഞ്ഞിനെ എത്രമാത്രം കെയർ ചെയ്യുമോ അതുപോലെ സുവിശേഷത്തിൽ ഞാൻ ആർദ്രതയുള്ളവരായി മാറി. ഈ പ്ലാറ്റ്ഫോമിനകത്തിരിക്കുന്നവരെല്ലാം സുവിശേഷത്തെ ചുമക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ, ഒരുപക്ഷെ നീ ഒരു പാട്ടുകാരനായിരിക്കാം, ഒരുപക്ഷെ നീ സുവിശേഷം പറയുന്ന ഒരു വ്യക്തി ജീവിതമായിരിക്കാം, ശുശ്രൂഷ ചെയ്യുന്ന ഒരു ശുശ്രൂഷകനായിരിക്കാം. ഈ രാത്രി മനസ്സിലാക്കിക്കോ, സുവിശേഷത്തിന് പോറൽ വരരുത്. അത് തനതായ ശൈലിയിൽ ലോകത്തിന്റെ ഉണർവിന് വേണ്ടി കൊടുക്കുവാൻ നിന്നെ അഭിഷേകം ചെയ്യുന്ന രാത്രിയാ. എത്ര പേര് ഇന്ന് രാത്രി ഏറ്റെടുക്കുന്നുണ്ട്? പലരും ഇന്ന് ദൈവത്തെ അറിയാതിരിക്കുമ്പോൾ പിശാചിന്റെ ഡയബോളിക് സിസ്റ്റത്തിനകത്ത് പിശാച് തകർത്തുകൊണ്ട് അന്യാധീനമാക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇന്ന് രാത്രി ഒന്ന് മടങ്ങി വരാം. അതിന്റെ പദം ഇങ്ങനെയാണ്, സ്കോലിയോസിസ് എന്ന് പറഞ്ഞാൽ അഴിച്ചെടുക്കാൻ കഴിയാത്ത, നിവർത്തിയെടുക്കാൻ കഴിയാത്ത ഒരു ജനറേഷൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഒരിക്കലും അഴിച്ചെടുക്കാൻ കഴിയത്തില്ല. വക്രതയുള്ള ഒരു ജനറേഷൻ, കോട്ടമുള്ള ഒരു ജനറേഷൻ. ആ ജനറേഷനെ മടക്കി കൊണ്ടുവരണമെങ്കിൽ സുവിശേഷം താങ്കളുടെ അകത്ത് കയറണം. സുവിശേഷത്തിന്റെ മാനിഫെസ്റ്റേഷൻ ഉണ്ടായിരിക്കണം. അതിനർത്ഥം വീണ്ടും അതിന്റെ ഗ്രീക്ക് പദം എന്നെ ദൈവാത്മാവ് ഓർപ്പിക്കുന്നു. തേശുക്ക നിങ്ങളിലേക്ക് അമർന്ന് കീഴ്പ്പെടുത്തണം. പരിശുദ്ധാത്മാവ് നിങ്ങളിൽ കീഴ്പ്പെട്ടാൽ ഈ രാത്രി നിങ്ങൾക്ക് വെറുതെ ഇരിക്കാൻ പറ്റത്തില്ല. ആയിരങ്ങളെ തൊടാൻ, പതിനായിരങ്ങളെ തൊടാൻ, പതിനായിരങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ നിങ്ങളുടെ മേൽ രാജകീയ അഭിഷേകത്തിന്റെ പുതപ്പ് നിങ്ങളുടെ മേൽ വീഴുന്നത് ഇന്ന് ഞാൻ ആത്മാവിൽ കാണുകയാ. സന്തോഷമുള്ളവർ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഇപ്പൊ ഞാൻ പറഞ്ഞത്, റീകണക്ട് വിത്ത് ഗോഡ് പ്ലാൻ. Do not love the world. ഇതൊരു കോസ്മെറ്റിക് വേൾഡാ. ഇതിൽ നമ്മൾ വീണു പോകരുത്. ദൈവിക പദ്ധതിയിൽ തിരിയുന്ന ജനം അത്ഭുതം കണ്ടു എന്ന് തിരുവെടുത്ത് നമ്മളെ പഠിപ്പിക്കുക. കീപ് യുവർ സ്പിരിച്വൽ ഓൾട്ടർ. ഞാനൊരു സ്ഥലത്ത് സുവിശേഷം പറയാൻ കടന്നു ചെന്നപ്പോൾ അവരെന്നോട് പറയുക, ദൈവദാസ, ഒരു അരമണിക്കൂർ നേരത്തെ വരാൻ വയ്യായിരുന്നു, എന്റെ കുഞ്ഞിനെ നരബലിയിട്ടു. ഇന്ത്യ റോക്കറ്റുണ്ടാക്കുന്ന സ്ഥലമാ. എന്നും തല ഡ്രില്ല് ചെയ്ത് സൂര്യഭഗവാനെ ആരാധിക്കുക. കോഴി ദൈവമാ. എന്താ നമ്മളിൽ എന്താ നിക്ഷേപിച്ചിരിക്കുന്നത്? നമുക്കൊരു പ്ലാറ്റ്ഫോമിനകത്ത് ഓൾ തിങ്സ് നോട്ട് സംതിങ്. ദൈവത്തിന് നമുക്ക് തരാൻ കഴിയുന്നതെല്ലാം തരും. ഈ കോസ്മെറ്റിക് വേൾഡിൽ നീ കുരുകരുത്. We are the passenger. നമ്മൾ ഈ ഉലകത്തിലെ സഞ്ചരിക്കുന്നവരാ. ഈ വേൾഡ് നമ്മുടെ അല്ല, പക്ഷെ സുവിശേഷമാണ് നിന്നെ മറ്റൊരു ദിക്കിലേക്ക് ദൈവാത്മാവ് കൊണ്ടുപോകുന്നത്. ദൈവം നമുക്ക് വേണ്ടി ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. പിശാച് നിങ്ങൾക്ക് ഡിപ്പോസിറ്റ് ചെയ്തിട്ടില്ല. ദൈവമാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഇന്ന് പകൽ നാം തിരിച്ചറിയണം, വിവിധ രാജ്യങ്ങൾ നാം ഇരിക്കുമ്പോൾ ആ രാജ്യങ്ങളുടെ ഉണർവിനായിട്ട് നിങ്ങളെ ഇന്ന് രാത്രി ദൈവം ഉപയോഗിക്കണം. അതിനാ പ്ലാറ്റ്ഫോമിൽ 76 ഈ സ്തോത്രം മീറ്റിംഗ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ഒരുപക്ഷെ താങ്കൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയും, താങ്കൾക്ക് ദൈവവചനത്തെ കൊടുക്കാൻ കഴിയും. മെയിൻറ്റെയിൻസ് യുവർ സ്പിരിച്വൽ ഫ്രഷ്നെസ് ആൻഡ് ന്യൂനെസ്. വി ഹാവ് ദ എന്താ പറയുന്നത്, ബോയന്റ് പ്രയർ ലൈഫ്. ക്വാളിറ്റി റിലേഷൻഷിപ്പ് നമുക്കുണ്ട്. ഒരു ക്വാണ്ടിറ്റി പ്രൊഡക്ഷൻ നമ്മുടെ നടുവിലേക്ക് വെളിപ്പെടണം. Somebody praying blindly cannot see the glory to glory. Activate your imagination and your creativity. സ്വർഗശക്തിയുള്ള, നിർമ്മിക്കാൻ കഴിവുള്ള സുവിശേഷത്തിന്റെ തീ, പവർ നിങ്ങളിലുണ്ട്.
ആർ യു റെഡി? എത്ര പേര് സമരാങ്കണത്തിൽ തോറ്റുപോകാതെ ഓടാൻ തയ്യാറാ? ഇൻസൈറ്റ് ഫ്രം ദ സ്ക്രിപ്ചർ, വചനത്തിന്റെ പത്രോസ് അപ്പോസ്തലൻ എഴുതുകയാണ്, മനുഷ്യൻ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യമായ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കൽ എന്നതുപോലെ ആത്മീയ ഗൃഹമായി ക്രിസ്തു മുഖാന്തരം ദൈവപ്രസാദമുള്ള ആത്മീയ യാഗം കഴിപ്പാൻ അവൻ വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടും. ഒരു കൺസ്ട്രക്ഷനാ. ഇതാണ് കീ. പത്രോസ് AD 65 5 സഭകൾ സ്ഥാപിച്ചു എന്ന് നമുക്കറിയാം. 1 പത്രോസ് 1:1 രേഖപ്പെടുത്തിയിരിക്കുക. പൊന്തോസിലും ഗലാത്തിയിലും കപ്പദോക്കിയിലും ആസിയിലും ബിഥുനയിലും ഏഷ്യ മൈനർ പ്രവിശ്യയിൽ 1-ാം നൂറ്റാണ്ടിൽ അപ്പോസ്തലന്മാരാലും പെന്തക്കോസ് ഉണർവിൽ നടന്ന സഭകൾ. 5 കൂടിവരവുകൾ, 5 സഭകൾ. ഇത് എഴുതപ്പെടുമ്പോൾ സഭയിൽ നേരിട്ട ക്രൈസിസുകളുണ്ട്, ആശയക്കുഴപ്പങ്ങളുണ്ട്, ഭിന്നതകളുണ്ട്. ആമേൻ. ഇവയൊക്കെ വന്നപ്പോൾ ആമേൻ സ്വത്രം ഓരോ ലേഖനങ്ങളും ഓരോ എപ്പിസ്റ്റലിനകത്തും ഓർമ്മപ്പെടുത്തി അവരെ വീണ്ടും കൺസ്ട്രക്ട് ചെയ്തുകൊണ്ട് ഉണർവിലേക്ക് അപ്പോസ്തലന്മാർ അവരെ കൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുക. 35 വർഷം കഴിഞ്ഞിട്ട്, യേശുവിന്റെ അടക്ക പുനരുത്ഥാനം കഴിഞ്ഞ് 35 വർഷം കഴിഞ്ഞിട്ടാ ദൈവസഭകൾ സ്ഥാപിക്കുന്നത്. നോക്കിക്കേ, ആദ്യകാലത്തെ അനുഭവം എന്ന് പറയുന്നത് അസാധാരണമായ ഉണർവുകളാ. അപ്പോസ്തലന്മാരുടെ കൈവച്ചപ്പോൾ ഉണർവുകൾ തട്ടി രോഗികൾ സൗഖ്യമായി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അവരുടെ വചനത്തിൽ 3000 പേർ സ്നാനപ്പെട്ടു. അത്ഭുതങ്ങളുടെ ഒരു പുറപ്പ്. ലോകരാജ്യങ്ങളെ അവർ ഷേക്ക് ചെയ്തു. ആദ്യ നൂറ്റാണ്ടിന്റെ അനുഭവം അഭിഷേകവും സഭാസ്ഥാപനവും മാനസാന്തരവും രൂപാന്തരങ്ങളുടെ അനുഭവങ്ങളും ഒക്കെ വെളിപ്പെട്ടു. ദുഃഖവും അഗ്നിശോധനയും കൂടി വന്നപ്പോൾ സമൂഹം വിട്ട് അവൻ വിട്ടുപോകേണ്ട അനുഭവങ്ങൾ വന്നു, പരിഹാസം വന്നു, നിന്ന വന്നു, പോരാട്ടങ്ങൾ വന്നു. ജീവിതത്തിൽ എല്ലാ ക്രിസ്ത്യ ജീവിതത്തിലും ഇതൊരു ഉറപ്പല്ലേ? നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾ പുനഃപരിശോധിക്കുക. ആത്മീയ ജീവിതത്തിന്റെ സമരാങ്കണത്തിൽ വരുമ്പോൾ നിന്നയും പരിഹാസവും നെടുവീർപ്പും രോഗവും ദുഃഖവും ഒക്കെ അല്ലേ? പത്രോസ് 1:6 എഴുതപ്പെടുന്നു, വിവിധ പരീക്ഷകളാൽ അവർ ദുഃഖിച്ചു. 4:12 പറയുന്നു, അഗ്നിശോധനയിൽ അവർ അകപ്പെട്ടു. അവർ പറഞ്ഞു, ഇന്ന് മാറും എന്റെ പ്രയാസം, നാളെ മാറും. അതല്ല നമ്മൾ പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ പ്രയാസം മാറിയിട്ടല്ല ഉണർവുകൾ സംഭവിക്കുന്നത്. ഒന്നാമേ പറഞ്ഞേ, ഒന്ന് കരമുയർത്തി നന്ദി ദൈവത്തെ മഹത്വപ്പെടുത്തിയേ. ഒരു ഉണർവ് നടക്കേണ്ടത് താങ്കളുടെ ജീവിതത്തിൽ സ്തോത്രം പ്രയാസം മാറിയിട്ടല്ല ഉണർവ് നടക്കുന്നത് നീ ഇരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നിന്നെ ഉപയോഗിക്കുന്ന നാൾ വഴികളുണ്ടെന്ന് ദൈവം ഇന്ന് രാത്രി വചനത്തോടെ ഉറപ്പിച്ചു പറയുകയാ. ഇന്ന് മാറും പ്രയാസം. തിരുവെടുത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്, എവിടെ നിങ്ങളെ താഴ്ത്തിയോ, എവിടെ നിങ്ങൾക്ക് ദുഃഖം വന്നോ, എവിടെ നിങ്ങൾക്ക് വൈഷമ്യങ്ങളുടെ മേടുകൾ വന്നോ, എവിടെയൊക്കെ നിങ്ങളെ തള്ളിക്കളഞ്ഞു, എവിടെയെല്ലാം ശുശ്രൂഷയെ നിങ്ങളെ ലോക്ക് ചെയ്തോ, ആമേൻ, അവിടെ അൺലോക്ക് ചെയ്ത് നിങ്ങൾക്ക് എന്തൊക്കെയോ നന്മകൾ തന്ന് നിന്ന് വിടിവിച്ച് നിങ്ങളെ നടത്തുമെന്നല്ല പത്രോസ് അപ്പോസ്തലൻ ഇവിടെ എഴുതപ്പെടുത്തി നമുക്ക് നൽകുന്നത്. പത്രോസിന്റെ മറുപടി, തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പരദേശിയ, നമ്മളൊരു കാവൽക്കാരാണ്. Praise the Lord, praise the Lord. നമ്മൾ ഒരു സോൾജിയർ ആണ്. We are the intercontinental weapon of God. You are a quality vessel. You are a privileged vessel. ദൈവത്തിന്റെ മുമ്പിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വലിയ പാത്രം. സിജി സിസ്റ്റർ, ഡെന്നിസ് ബ്രദർ, ആമൻ, ജോൺസൺ പാസ്റ്റർ, ഈ ഓൺലൈനകത്ത് ശ്രദ്ധിക്കുന്ന
ദൈവജനത്തെ ശ്രവിക്കുന്ന പലരെയും ദൈവം തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുക. ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് എന്തിനാണെന്നറിയാമോ? അന്തികാല ഉണർവിന് വേണ്ടി നമ്മെ ദൈവം തെരഞ്ഞെടുത്തിരിക്കുക. അനേകം ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന ഒരു വലിയ ഉണർവ് നിങ്ങളുടെ മേൽ ദൈവം അയക്കാൻ ആഗ്രഹിക്കുക. ഇവിടെ പത്രോസ് പറഞ്ഞ് വിടുന്നത്, അവൻ 1-ാം അധ്യായം 3 കഴിയുമ്പോൾ അവിടെ പറയുന്നുണ്ട്, തന്റെ കരുണ നിമിത്തം, ബിക്കോസ് ഹിസ് ഗ്രേറ്റ് മെർസി. ആമേൻ. കരുണ ഇല്ലാത്തവർക്ക് കരുണയും, ആമേൻ ആമേൻ ദൈവത്തിന്റെ മക്കളല്ലാത്തവർക്ക് മക്കളും കൊടുത്തിട്ട് അവർ പറയുക, ദൂതന്മാർ കുനിഞ്ഞു നോക്കിയൊരു രക്ഷ, ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിലൂടെ മാനവരാശിക്ക് ലഭിച്ച ആ സാൽവേഷൻ, ആമേൻ, അതിന്റെ മാഹാത്മ്യം, അതിന്റെ ആമേൻ അറിയിക്കാൻ കഴിയുങ്ങളെ ലോകം കാത്തിരിക്കുന്ന ഒരു രക്ഷ ദൈവം ദാനമായി നമുക്ക് നൽകി. അത് തന്നെയല്ലേ സുവിശേഷം? ഈ സുവിശേഷം ഇന്ന് രാത്രി നിങ്ങളുടെ അകത്ത് കത്തുമ്പോൾ നിങ്ങൾക്ക് മൗനമായിരിക്കാൻ പറ്റത്തില്ല. ഈ രാത്രി തകർന്നവനെ, അവൻ ഉടഞ്ഞവനെ, കണ്ണുനീരോടെ അവൻ ജീവിതത്തിന്റെ നൈരാശ്യ മണ്ഡലത്തിൽ നിന്ന് തകർന്നു പോകുന്നവനെ ഇന്ന് രാത്രി മടക്കിക്കൊണ്ടുവരുന്ന ഒരു ദൈവം, കാരാഗ്രഹത്തിന്റെ അന്തർമണ്ഡലങ്ങളിൽ കയറി ചെന്ന രക്ഷയുടെ സന്ദേശം ഈ രാത്രി നമ്മൾ കേൾക്കുമ്പോൾ നാം മൗനമായി ഇരിക്കരുത്. നമ്മളെ കൊണ്ട് ദൈവത്തിന് അസാധാരണമായ ഉണർവിലേക്ക് നമ്മളെ കൊണ്ടുപോകുവാൻ ദൈവത്തിന്റെ ആത്മാവിന് കഴിയും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പത്രോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ ഉലകത്തിൽ നമുക്ക് ഒരു സുരക്ഷിതത്വമില്ല. വി ആർ ദ സ്ട്രേഞ്ചർ. നമ്മൾ ആരായിരുന്നു? നമ്മൾ പരദേശിയ. കഷ്ടത ഇന്ന് മാറും, നിന്ന ഇന്ന് മാറും, പരാതിയും വിഷമങ്ങളും ഒക്കെ മാറിപ്പോകുമെന്ന് നമ്മുടെ മനോഭാവത്തോടെ അവരും ചിന്തിക്കുമ്പോൾ, സുരക്ഷിതത്വം എന്ന് പറയുന്നത് നമ്മളിൽ ട്രബിളില്ലാത്ത, പ്രശ്നങ്ങളില്ലാത്ത, രോഗമില്ലാത്ത ഒരു നാൾ വഴികൾ ഈ ഭൂമിയിൽ ഉണ്ടെന്നായിരിക്കും നാം ആഗ്രഹിക്കുന്നത്. എന്നാൽ നിന്നയും പരിഹാസവുമൊക്കെ ദൈവമക്കളുടെ നേർക്കേ ഉള്ളൂ, അതെന്നും ഉണ്ടാകും. പക്ഷെ ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു, ദൈവിക ഉദ്ദേശത്തിൽ നിന്ന്, ദൈവിക പദ്ധതിയിൽ നിന്ന് നിന്നെ അവൻ വഴിതിരിക്കുവാൻ ഒരു നരകശക്തികൾക്കും കഴിയത്തില്ല. കാരണം ദൈവം നിന്നെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. ദൈവം തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അവൻ നിന്നെ മുൻനിർണയിച്ചിട്ടുണ്ട്. അവൻ നിന്നെ നിർണയിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ വിശുദ്ധ വിളിക്ക് വേണ്ടി ദൈവം നിന്നെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. എത്ര പേര് ഒന്നാമേം പറയാൻ പറ്റും? താങ്ക് യു ഹോളി സ്പിരിറ്റ്. കർത്താവിനെ ഒരു സാധാ ഗുരുവിനെ പോലെ, മതനേതാവിനെ പോലെയൊക്കെ ഈ ജനം കാണുമ്പോ ഉയർപ്പിലൂടെ നിങ്ങൾക്ക് രക്ഷ നൽകിയിട്ട, ഉയർപ്പിന്റെ വിശ്വാസം നിങ്ങളുടെ മേൽ ആമൻ നൽകിയിട്ട ജീവിക്കുന്ന പ്രത്യാശ ഈ ദൈവം വചനത്തിൽ കൂടി അവരെ നൽകി അവരെ ഉറപ്പിക്കുകയാണ്. മാഞ്ഞു പോകാത്ത ഒരു പ്രത്യാശ, ആ പ്രത്യാശയെ കുറിച്ച് അവരോട് പറയുകയാണ്. സഹോദര, നാം ഇരിക്കുന്ന പ്ലാറ്റ്ഫോമുകൾക്കകത്ത് ദൈവത്തിന്റെ ഹീലിംഗ് ഉണ്ട്, ദൈവത്തിന്റെ ഉണർവുണ്ട്, സൗഖ്യമുണ്ട്. അവയെല്ലാം നിങ്ങളെ ഒരുപക്ഷെ ഉറപ്പിക്കാൻ വേണ്ടിയായിരിക്കാം. സുവിശേഷം കിട്ടും. സുവിശേഷം അനേകരുടെ ജീവിതത്തിന്റെ രൂപാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് അവരെ കൊണ്ടുപോകും. പത്രോസ് പറയുന്നു, ഈ നശ്വര ലോകത്തിൽ കിട്ടുന്ന എന്തോ ഒരു ലാഭത്തിന് വേണ്ടിയല്ല നമ്മെ ദൈവം വിളിച്ചിരിക്കുന്നു. ഓൺലൈനിൽ ശ്രദ്ധിക്കുന്ന ദൈവമക്കളെ, സഹോദര, നിങ്ങളെ ദൈവം സ്നേഹിക്കുന്നു. മരണത്തിന്റെ ആസക്തിയിലേക്ക് മരിക്കാൻ തയ്യാറായിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി യേശുവിന്റെ സൗഖ്യം നിങ്ങളുടെ മേൽ വെളിപ്പെടും. സമാധാനമില്ലാത്ത ജീവിതത്തിന്റെ ഉടമയാണ് താങ്കളെങ്കിൽ ഇന്ന് രാത്രി യേശുവിന്റെ വചനത്തിന്റെ ശക്തി ഇന്ന് രാത്രി നിന്നെ തൊടും. അതാണ് പത്രോസ് പറഞ്ഞത്, മനുഷ്യൻ തള്ളിയെങ്കിൽ ദൈവത്തിന് ആവശ്യമാണ്. നിന്നെ മനുഷ്യൻ തള്ളിയിട്ടുണ്ടെങ്കിൽ, മനുഷ്യൻ നീ ക്വാളിറ്റി ഉള്ളവനെന്നും നീ അവൻ ക്വാളിറ്റി ഇല്ലാത്തവനെന്നും നിന്നെ കൊണ്ടൊന്നിനും സാധ്യമല്ലെന്നും ഒക്കെ പറയുമ്പോൾ
ദൈവം പറയുക, മോനെ, എനിക്ക് നിന്നെ ആവശ്യമാ, എനിക്ക് നിന്റെ ജീവിതത്തെ ആവശ്യമാ. കാരണം ആമേൻ, ഐ വിൽ ഗീവ് മൈ സ്പിരിറ്റ്, എന്റെ ആത്മാവിനെ നിനക്ക് തരും, എന്റെ ശക്തിയെ നിനക്ക് പകരും, എന്റെ ജീവനെ നിനക്ക് വേണ്ടി തരും. മറുവിലയായിട്ട് യേശു തന്നിട്ടുണ്ടെങ്കിൽ ഈ രാത്രി നമുക്ക് വെറുതെ ഇരിക്കാൻ കഴിയത്തില്ല. അസാധാരണമായ ഉണർവുകൾ നമ്മളിലൂടെ നടക്കും. ഈ രാത്രി വചനം കേൾക്കുമ്പോൾ നെറ്റ്വർക്കിൽ ഇരിക്കുന്ന സഹോദരങ്ങളെ, ഒരു ഉണർവിന്റെ നെറ്റ്വർക്കിൽ ഇരിക്കുന്ന സഹോദരങ്ങളെ, ഒരു തുള്ളി കണ്ണുനീര് നിന്റെ കണ്ണിൽ നിന്ന് അത് അടർന്ന് ഭൂമിയിൽ വീഴുമെങ്കിൽ സ്വർഗത്തിന്റെ അബ്രവാളികൾ തുറന്ന ഇന്ന് രാത്രി വിളിച്ചു പറ, ഡാഡി, എന്നിലൂടെയോ ഉണർവിന്റെ ശക്തി, എന്നിലൂടെ ആത്മശക്തിയുടെ ശക്തി പലരിലേക്കും ഇന്ന് രാത്രി എത്തിക്കുവാൻ. ആമേൻ. ഐ ആം ദ ക്വാളിറ്റി വെസൽ. ദൈവം എന്നെ ശൂന്യതയിൽ നിന്നെടുത്തു, ആർക്കും വേണ്ടാത്ത എന്നെ ഒരു ക്വാളിറ്റി വെസലാക്കി, ഒരു പ്രിവിലേജ് വെസലാക്കി ഈ രാത്രി നിർത്തിയിട്ടുണ്ടെങ്കിൽ 76ാമത്തെ ഉണർവിന്റെ സന്ദേശം ഇന്ന് രാത്രി അസാധാരണമായ ഉണർവിലേക്ക് നിന്നെ നയിക്കുക. ആ രാജകീയ പുതപ്പ് നിന്റെ മേൽ വീഴുക. യു ആർ ദ ക്വാളിറ്റി വെസൽ, യു ആർ ദ ഇന്റർകോണ്ടിനൽ വെപ്പൺ ഓഫ് ഗോഡ്. യു ആർ നോട്ട് എ നോർമൽ പേഴ്സൺ. നിങ്ങളൊരു അസാധാരണമായ ഒരു വെപ്പണാ, കർത്താവിന്റെ ഒരു ആയുധമാ. ചിരയമ്യ 51:20 തോന്നു പറയുന്നത്, ഞാൻ നിന്നെ കൊണ്ട് രാജ്യങ്ങളെ വിട്ടു. ഇസ്രായേൽ പീപ്പിൾ എന്നാ ചെയ്യുന്നത്? അവരെന്നാ ചെയ്തു? അവർ പുറമേ ദൈവത്തിന്റെ പ്ലാനുകളെ അവർ മറന്നുപോയി. ദൈവവൃദ്ധന്മാരെ, പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന ദൈവമക്കളെ, നിങ്ങൾ ദൈവത്തിന്റെ ഒരു ഉണർവാ. ഓ ഹല്ലേലൂയ. റിസ്റ്റോർ ചെയ്തോ, റീകണക്ട് ചെയ്തോ. വേർഡ് ഓഫ് നോളജിനെ ദൈവം തരാൻ പോവാ. പ്രാർത്ഥന മനുഷ്യന്മാരെ എഴുന്നേൽപ്പിക്കാൻ പോവാ. സാധാരണമായ ഉണർവിന് വേണ്ടി എനിക്ക് പറ്റത്തില്ലെന്നല്ല, നീ ബാറ്റിൽ ഗ്രൗണ്ടിലാ. സംബഡി ഈസ് എ ലൂസർ, സംബഡി ഫൈറ്ററാ. ചിലരെ യുദ്ധം ചെയ്തെടുക്കും. യുദ്ധം ചെയ്തെടുക്കുന്ന ചില ഇതിനകത്തോണ്ട അവരെ കൊണ്ട് അസാധാരണമായ ഉണർവുകൾ നടക്കുന്നു. നിന്റെ വാ തുറക്കണം. നിങ്ങളുടെ വായിക്കകത്തൂടെ സ്പോക്കൺ വേർഡുകളെ ദൈവം തരാൻ പോവാ. നിന്റെ കരം വെക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകാൻ പോവാ. താങ്ക് യു ഹോളി ഗോസ്റ്റ്. രാത്രി അങ്ങനെ ഒരു ഉണർവ് നിങ്ങളുടെ കൈവെള്ളയിൽ കൂടി. മോശേ, നിന്നെ ഇസ്രായേലിന്റെ വരേണിയ പ്രവാചക മുനിയായിട്ട് നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രവാചക മനുഷ്യനുണ്ടല്ലോ, അദ്ദേഹം പറഞ്ഞു, എന്നെ കൊണ്ട് പറ്റത്തില്ല, ഞാൻ ശൂന്യനാണ്, എനിക്ക് കഴിവില്ല, എനിക്ക് ആബിലിറ്റി ഇല്ല. പക്ഷെ ദൈവം പറഞ്ഞു, മോനെ, ഞാൻ നിന്റെ കൂടെ വന്നാൽ ഇന്ന് രാത്രി നീ ആരെന്ന് മനസ്സിലാകും. നീ ആരെന്ന് മനസ്സിലായാൽ ഞാൻ ആരെന്ന് നീ മനസ്സിലാകും. ഞാനും നീയും തിരിച്ചറിഞ്ഞാൽ അടുത്ത പദം പറയുക, നിന്റെ കയ്യിലിരിക്കുന്ന കാട്ടുമരക്കൊമ്പ് പോലും ചങ്കടിലെ രണ്ടായിട്ട് വിഭജിക്കും. നിന്റെ കയ്യിലിരിക്കുന്ന പാഴും ശൂന്യമായതിനെ അസാധാരണമായ ഉണർവിലേക്ക് മാറ്റുവാൻ ഇന്ന് രാത്രി കഴിയുമെങ്കിൽ ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന ദൈവജനത്തിന്റെ മുകളിലേക്ക് ആ വെളിപ്പാടിന്റെ വലിയ പകർച്ച പകരുകയാ. നിങ്ങളിൽ കൂടി രാജ്യങ്ങളുടെ ഉണർവുകൾ, ദേശങ്ങളുടെ ഉണർവുകൾ സംഭവിക്കുകയാ. തകർന്നവരുടെ വീട്ടിലേക്ക് ദൈവത്തിന്റെ വചനങ്ങൾ കയറുവാൻ ഇത് കേൾക്കുമ്പോൾ തന്നെ രാജ്യങ്ങളെ തൊടുന്നു, ദേശങ്ങളെ തൊടുന്നു. അർമേനിയ പോലുള്ള രാജ്യങ്ങൾ, ഫിലിപ്പീൻസ് പോലുള്ള രാജ്യങ്ങൾ നിങ്ങൾ പോയിട്ടില്ല, പക്ഷെ ഉണർവ് ചെല്ലാൻ പോവാ. ഹൈറ്റി പോലുള്ള രാജ്യങ്ങൾ ഉണർവ് ചെല്ലാൻ പോവാ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. തീർന്നില്ല. ആമേൻ, ആമേൻ, ആമേൻ. അമേരിക്കയുടെ ഒറ്റപ്പെട്ട മെക്സിക്കോ പോലുള്ള രാജ്യങ്ങൾ ഉണർവുകൾ ചെല്ലുന്നു. കാരണം നിങ്ങളുടെ ആത്മാവ് ലൊക്കേറ്റ് ചെയ്യുന്നു ചില രാജ്യങ്ങളെ. നിങ്ങളുടെ ഹൃദയങ്ങൾ പല രാജ്യങ്ങളുമായിട്ട് ലൊക്കേറ്റ് ചെയ്യുന്നു. പരിശുദ്ധാത്മാവ് അയക്കുന്നു. ആസ്തോദിൽ പീലിപ്പോസിനെ ഇനി ഒരു ജനറേഷൻ എഴുന്നേൽക്കണം, ഒരു റംനന്റ് ഗ്രൂപ്പ് എഴുന്നേൽക്കണം. ആ ഗ്രൂപ്പ് കൊണ്ട് ഇന്ത്യയുടെ കാണാൻ പോയി. ആരോടി ദൈവം തങ്ങളെ ഉപയോഗിക്കുന്നു. ദൈവം നിങ്ങളെ ഉപയോഗിക്കുന്നു. ഹല്ലേലൂയ. പിടയ്ക്കുന്ന ചെറിയ ഹൃദയത്തിനകത്തൂടെ ദൈവശക്തി വെളിപ്പെട്ടു വരികയാ.
ദർശനങ്ങൾ വരികയാ, ആ മെന്റൽ പിക്ചറുകൾ വരാൻ പോവാ. ഞാൻ ഭാരതത്തിന്റെ ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സഹോദരങ്ങളെ, ഇന്ത്യയുടെ ഭൂപടമെടുത്ത് പ്രാർത്ഥിക്കും, കിടന്ന് പുതപ്പാക്കി പ്രാർത്ഥിക്കും. 31 സംസ്ഥാനങ്ങളിലും അവൻ ദൈവനെ അയച്ചു ഭാരതത്തിന്റെ ഉണർവിന് വേണ്ടി. ആത്മഭാരം ഇന്ന് രാത്രി ഗർഭം ധരിക്കുന്നു ചിലരുടെ മേൽ. ഏറ്റെടുത്തോ. ഒരുപക്ഷെ താങ്കൾ ജോലിയിലായിരിക്കാം, വിവിധ സ്ഥലങ്ങളിലായിരിക്കാം, അതേ ഓഫീസിൽ ഇരുന്നു കൊണ്ട് ആത്മഭാരം നീ ഗർഭം ധരിക്കുന്നു. രാജ്യങ്ങളുടെ ഉണർവിനായിട്ട് ഇളകി മറിയുന്ന പ്രശ്നങ്ങളുടെ നടുവിൽ നമുക്ക് ലഭിക്കാനുള്ള രക്ഷയെന്ന് പറയുന്നത് അവന്റെ കരുണ നിമിത്തം അവന്റെ അവകാശം നമുക്ക് ലഭിക്കുക. ഞാൻ വേഗത്തിൽ നിർത്തട്ടെ. 1 പത്രോസ് 2:3 പറയുന്നു, യേശുവിനെ പത്രോസ് പരിചയപ്പെടുത്തുന്ന രീതി അവിടെ കാണാം. ആമേൻ, സ്വതന്ത്രം എടുക്കുന്നില്ല. ദൈവ ശബ്ദം നമ്മുടെ മേൽ കേട്ടാൽ നമ്മൾ ഇരിക്കുന്നത്, നമ്മൾ പോകുന്നത്, ഒരുപക്ഷെ യെരൂശലേം ദേവാലയത്തിന്റെ അകത്താ അവർ പോയത് അല്ലെ. അവർ കണ്ടതെന്തുവാ? കല്ലുകൊണ്ട് കെട്ടിവെച്ചിരിക്കുന്ന ഒരു കൊട്ടാരമാകേണ്ടത്. അതല്ല കൺസ്ട്രക്ഷൻ. പത്രോസ് പറയുന്നു, ഇത് ഒരു തീർത്ഥാടന കേന്ദ്രം പോലെ, അല്ലെങ്കിൽ ഇത് ഒരു എന്താ പറയുന്നത്, ഒരു കാഴ്ചയുള്ള സ്ഥലം പോലെ. ോസിലുമൊക്കെ ദേവാലയങ്ങളുണ്ട്. അവർ ആരുടെ അടുത്താ വന്നത്? ദൈവത്തിന്റെ അടുത്തല്ല വന്നത്. ഈ രാത്രി യേശുവിനെ നീ വ്യക്തിയുമായിട്ട് നീ പരിചയപ്പെട്ടാൽ, 2:2 പറയുന്നു, വീണ്ടും ജനിച്ചവർ എങ്ങനെയാകണമെന്ന്, അവർ ശിശുക്കളെ പോലെ ആകണമെന്ന് ദൈവസഭയോട് അപ്പോസ്തലനായ പത്രോസ് എഴുതുകയാണ്. നിങ്ങൾ മായമില്ലാത്ത പാല് കുടിച്ചാൽ ദുഃഖിച്ചിരിക്കുന്നവരെ, ഈ രാത്രി തകർന്നിരിക്കും ദൈവിക സുവിശേഷം നിങ്ങളുടെ അകത്ത് കയറുമ്പോൾ പത്രോസ് പറയുകയാ, നിങ്ങൾ രാത്രി ഇളകി മറയുന്ന പ്രശ്നങ്ങളുടെ നടുവിൽ ആത്മഹത്യക്ക് വേണ്ടി ശ്രമിക്കുന്ന ജനമേ, അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ കർത്താവ് പറയുകയാ, നീ എന്റെ അരികിലേക്ക് വാ. അവൻ യേശു ക്രിസ്തു തള്ളിയതിനെ ആരെ തള്ളിയിട്ടുണ്ടെങ്കിലും എനിക്ക് അവനെ ആവശ്യമാ. അവനെ കൊണ്ട് എന്റെ മക്കളാക്കി രാജ്യങ്ങളെ പണിയുവാൻ, കർത്താവിന്റെ കിങ്ഡത്തെ പണിയുവാൻ, അവനിലൂടെ രാജകീയ അഭിഷേകത്തിന്റെ സുവിശേഷം ഇന്ന് രാത്രി മൂവ് ചെയ്യും. താങ്ക് യു ഹോളി സ്പിരിറ്റ്. സിസ്റ്റർ സിജി can I pray for you? നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. Having come to him, ആ കണക്ഷൻ എന്താ? സങ്കീർത്തനം 34:5 അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. If you are putting the God nature in your heart, ബൈബിൾ ഒരു നോളജാ, ഒരു ക്യാരക്ടറാ, ഗിനാസ്കോ, ഇതൊരു അബ്സല്യൂട്ട് നോളജാ. ഈ വചനം നിന്റെ മേലിട്ടാൽ നിന്റെ പ്രശ്നങ്ങൾക്കല്ല ബൈബിൾ തന്നിരിക്കുന്നത്. നീ ഒരു മെഡിസിൻ ആകും. അനേക പേർക്ക് താങ്കളെ കൊണ്ട് ഉപകാരം ലഭിക്കും. യേശുവിന്റെ വചനം അങ്ങനെ. സുവിശേഷം വന്ന മൂടിന് തീപിടി. നസ്രയത്ത് പട്ടണത്തിൽ ഒത്തിരി പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ, യേശുവിനെ വഹിക്കാൻ. പക്ഷെ ആത്മാവ് നിഴല് പോലെ ഇറങ്ങി വന്നപ്പോൾ അത്യുന്നതന്റെ ശക്തി അതൊരു നിഴലാ. അവൾ ഗർഭം ധരിച്ചു. അവിടെ സ്വപ്നം നഷ്ടപ്പെട്ടു. അവിടെ സ്വപ്നം എന്തുവാ? ജോസഫിന്റെ കരത്തിൽ പിടിച്ചുകൊണ്ട് പോകണം അല്ലേ. ജോസഫിന്റെ കരത്തിൽ ഡെഡിക്കേറ്റഡുള്ള മനുഷ്യനാ ജോസഫ്. ചിന്തിച്ചത് എന്തുവാ? ഇവള് ഭയങ്കര സ്വപ്നം കാണും, നസറയത്തിൽ എന്റെ ഹസ്ബൻഡിനുമായിട്ട് നടക്കണം, എനിക്ക് അവനെ പ്രണയിക്കണം. പക്ഷെ പരിശുദ്ധാത്മ വന്നപ്പോൾ അവിടെ സ്വപ്നം അടായപ്പെട്ടു. ഇനി ജോസഫിനെ ഞാനൊന്ന് പരിചയപ്പെടുത്താം. ജോസഫിന്റെ കയ്യിൽ ഒരു ബിഗ് ഷോപ്പർ ഉണ്ട്, കട്ട് ചെയ്ത തുണികളുണ്ട്. കാരണം ഈ പെണ്ണ് പ്രസവിച്ചാൽ ഇതൊക്കെ ആശുപത്രി കൊണ്ടുപോകണമല്ലോ. അങ്ങനെ ആശുപത്രി ഇല്ല, എവിടെങ്കിലും വഴിയമ്പലത്തിൽ പ്രസവിച്ചാൽ അതിന് തുണി ആവശ്യമാണല്ലോ. ആ മനുഷ്യൻ ഇങ്ങനെ ചിന്തിച്ചില്ല. നമ്മളാണ് ചിന്തിക്കും, ഈ കുഞ്ഞ് എന്റെ അല്ല അല്ലേ, വല്ലവന്റെയും കുഞ്ഞാ. പക്ഷേ അവളുമായിട്ടും സ്വർഗവുമായിട്ട് ആ മനുഷ്യൻ പൊരുത്തപ്പെട്ടു. അതുകൊണ്ടാണ് ഉണർവ് നടന്നത്. ആമേൻ പറ. ഈ രാത്രി ദൈവത്തിന്റെ ദർശനങ്ങൾ നിന്റെ മേൽ കയറിയാൽ, ദൈവത്തിന്റെ ഉണർവ് നിന്റെ മേൽ കയറിയാൽ, നീ മൗനമായിരിക്കത്തില്ല, നീ ഒരു ആത്മമനുഷ്യനായി മാറും.
ആയിരങ്ങളെ തൊടാൻ, പതിനായിരങ്ങളെ തൊടാൻ, പതിനായിരങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന ആത്മശക്തിയുടെ കാര്യറായി നീ മാറും. മനസ്സിലാകുന്നവർ ആമേൻ പറഞ്ഞേ. ദൈവമക്കളെ, സ്തോത്രം. ആ മറിയാണ് ആ കുഞ്ഞിനെ ഗർഭം ധരിച്ചു. പേര് ചേർക്കാൻ പോയപ്പോൾ ആരുമില്ല. ആമേൻ. തീർന്നില്ല. അവളെ അടുത്തത് കണ്ടത് കാനാവിലെ കല്യാണത്തിനാ. അവിടെ പറയുന്നു, ഇവൾ പറയുന്നതനുസരിച്ച് മാസ്റ്ററെ പരിചയപ്പെടുത്തി. 3, അവളെ കണ്ടത് അവൻ ക്രൂശിന്റെ ചുവട്ടിലാ, മറ്റുള്ളവർക്ക് ആശ്വാസം കൊടുക്കുവാനാ. വളരെ മുറിക്കാനല്ല. ഇന്ന് രാത്രി പലർ മുറിഞ്ഞിരിക്കുക. ലോകമെമ്പാടും ദൈവസഭകൾ മുറിഞ്ഞുകൊണ്ടിരിക്കുക. പലരെയും ഇന്ന് രാത്രി മുറിവ് കെട്ടുവാൻ ആമേൻ. ഗോഡ് ഈസ് ലവ്. ദൈവത്തിന്റെ സ്നേഹമുള്ള ഈ ഓൺലൈൻ കൂട്ടായ്മയ്ക്കകത്ത് അസാധാരണമായ ഉണർവുകൾ നടക്കുന്നു. രാജ്യങ്ങളെ തൊടുന്നു, പട്ടണങ്ങളെ തൊടുന്നു, അഭിഷക്തന്മാരെ തൊടുന്നു. എത്ര പേർ വിശ്വസിക്കുന്നു? അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. പൊന്തോസിലും ഗലാത്യയിലും സൗധങ്ങളുണ്ട്. പക്ഷേ അവസാനം പറയുന്നൊരു പദമുണ്ട്, ലിവിങ് സ്റ്റോൺ എന്ന് പറഞ്ഞാൽ അത് കൺസ്ട്രക്ഷനാ. അവന്റെ ജീവനെ കൊണ്ടുപോകുന്ന ആളാ. വി ആർ ദ കാരിയർ. ദ ഹോപ്പ് ഓഫ് ഗ്ലോറി ലിവിങ് ആസ് ദാറ്റ് അബ്സല്യൂട്ട് നോളജ് എന്ന് പറഞ്ഞാൽ സയന്റിഫിക് നോളജ് അല്ല, ആത്മാവിന്റെ കെട്ടുള്ള ആമേൻ പ്രകടനമുള്ള ഒരു വലിയ സൗധമാണ് നമ്മള്. നിന്നെ നോക്കുമ്പോ യേശുവിനെ നോക്കും. താങ്കൾ പറയുന്നത് യേശുവിനെ പോലെയാ. ആ ദിവ്യ സ്വഭാവത്തിന്റെ കൂട്ടാളികളാണെങ്കിൽ ഇന്ന് രാത്രി താങ്കൾ ഒന്നും പറയേണ്ട. നിൽക്കുന്ന സ്റ്റേജുകളെ ദൈവം വിറപ്പിക്കും. പൈശാചിക കോട്ടകൾ തകരും, അന്ധകാര നുകങ്ങൾ തകരും. താങ്കൾ ഏത് ഓഫീസിൽ പോയോ, ഏത് രാജ്യത്തിൽ പോയോ, ഉണർവുകളുടെ കാരിയറായി മാറും. കാരണം വൈകാരിക തലത്തിൽ ചീർക്കുന്നതല്ല ആത്മീയ ഉണർവ്. ആത്മീയ ഉണർവ് എന്ന് പറയുന്നത് ബ്രോക്കൺ തിങ്സ് ബിക്കം ബ്യൂട്ടിഫുള്ളി. തകർന്നതിനെ ദൈവത്തിന് ആവശ്യമാ. മനുഷ്യൻ തള്ളിയതിനെ ഇന്ന് രാത്രി ദൈവത്തിന് ആവശ്യമാ. കണ്ണുകൾ അടച്ച് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ദൈവ സാന്നിധ്യം നിങ്ങളുടെ മേൽ മൂവ് ചെയ്യുന്നു. ഇന്ന് രാത്രി പറ, കർത്താവേ, എനിക്കൊരു ബേർഡൻ തരണമേ, എനിക്കൊരു ആത്മീയ കൃപ തരണമേ. ആ ദർശനത്തെ കൺസീവ് ചെയ്യുവാൻ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. എക്സൈറ്റഡ് ആയിട്ട് ആമേൻ ആ ദർശനങ്ങളുടെ ഉള്ളിലേക്ക് കയറുവാൻ, ആ ഇൻസൈറ്റ്, വെളിപ്പാടിലേക്ക്, ആ റെവലേഷനിലേക്ക് ദൈവം എന്നെ കൊണ്ടുപോകുവാൻ കർത്താവേ ഇന്ന് രാത്രി എന്നെ ഉപയോഗിക്കണമേ എന്ന് എല്ലാവരും വായി തുറന്ന് പറഞ്ഞേ. ഇതിനകത്ത് ഭയങ്കര ഉണർവുകൾ നടക്കും. പാസ്റ്റർ ജോൺസന്റെ ലൈഫിനകത്ത് ഇന്ന് വരെ കാണാത്ത ആത്മീയ ഉണർവുകൾ നടക്കുന്നു. താങ്കളെ തൊടുന്നു പരിശുദ്ധാത്മാവ്. താങ്കളെ പരിശുദ്ധാത്മാവ് തൊടുന്നു. ആമേൻ. ഗോഡ് ലവിങ് യു. ബിഹോൾഡ് ഐ വിൽ ഡു സംതിങ് ന്യൂ. പുതിയത് ചെയ്യും. ഭയങ്കര ഉണർവുകൾ നടക്കുന്നു. രാത്രിയുടെ യാമങ്ങളിൽ പ്രാർത്ഥിക്കുന്ന ആത്മദാഹം പകരുന്നു. ഒരു ദൈവം ആത്മാവിൽ വിലങ്ങിട്ട് കെട്ടിവെച്ച ബോണ്ടേജുകൾ പൊട്ടിച്ചിട്ട് ഒരു ലിബർട്ടി, ഒരു സ്വാതന്ത്ര്യം താങ്കളെ ദൈവം അയക്കുന്നു. റൈച്ചൽ മാത്യുവിനെ ദൈവം പ്രാർത്ഥന വീര്യമുള്ളവളാക്കി ഒരു പ്രിസ്കില്ലിയെ പോലെ ദൈവത്തിന്റെ കിങ്ഡത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന നാളുകളുണ്ടെന്ന് ദൈവം ഇന്ന് രാത്രി ആലോചന പറയുകയാണ്. ഹല്ലേലൂയ. പ്രാർത്ഥനയിൽ പോരാട്, പ്രാർത്ഥനയിൽ പോരാട്. ദൈവരാജ്യത്തിന് താങ്കളെ ഉപയോഗിക്കുന്നു. രാമയ്ക്കും ബഥേലിനും പന്തിയെ പാർത്ത ദെബോറ ഈ പനകളുടെ നാട്ടിൽ നിന്ന് കരഞ്ഞു. പുരുഷന്മാർ അറ്റുപോയ സ്ഥാനത്ത് ആമേൻ ആമേൻ അവളുടെ പ്രാർത്ഥന പട്ടണങ്ങളെ ചലിപ്പിച്ചു, രഥങ്ങളെ പിടിച്ചു നിർത്തി. ആമേൻ. ഈ സഹോദരിമാരെ ദൈവം തൊടുന്നുണ്ട്. പ്രിയ ആമേൻ, ഈ ഡെന്നീസ് ബ്രദറിനെ കർത്താവ് തൊടുന്നു. നിന്റെ മകന്റെ മേൽ ദൈവത്തിന്റെ നിയോഗം. ഇങ്ങനെ ഒരു മൂവിനായി ആമേൻ ആമേൻ വില കൊടുക്കുന്ന ആ കുടുംബത്തെ, സിജിയെ ഓർക്കുന്നു. അവരുടെ മേൽ ദൈവിക പുതപ്പുകൾ, വാഗ്ദാനങ്ങൾ ദൈവാത്മാവ് കൊടുക്കുന്നു. ലൂക്കോസ് പറഞ്ഞൊരു പദമുണ്ട്. ആമേൻ. പൗലോസ് എന്റെ കൂടെ നടന്നു. പൗലോസ് എന്റെ കൂടെയുണ്ട്. പക്ഷേ എല്ലാ ഉപകാരങ്ങളും ധന്യനായ പൗലോസിന് കൊടുത്തെങ്കിലും താൻ എങ്ങും പേരും പ്രസക്തിയും എടുക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ അവിടെ എഴുതപ്പെട്ടിരിക്കുന്നു, ആമേൻ, ഒടുവിൽ മെലീത്തയിൽ വന്നപ്പോൾ ഞാനും അവിടെ ഉണ്ടെന്ന് വെളിപ്പെടുത്തുവാനിടയായി.
ഈ രാത്രി ആമൻ സിജി, സിസ്റ്റർ സിജി, ഡെന്നീസെ, നിങ്ങളെ പേരിനെ പ്രസിദ്ധമാക്കുന്ന നാൾ വഴികളുണ്ട്. നമ്മുടെ മിനിസ്ട്രിയെ പ്രസിദ്ധമാക്കുന്ന നാൾ വഴികളുണ്ട്. അതിനായിട്ട് നമ്മുടെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ലോകത്തിന്റെ ഉണർവുകൾ സംഭവിക്കട്ടെ. അതത് പ്ലാറ്റ്ഫോമുകളിൽ, അതത് രാജ്യങ്ങളിൽ, അതത് ടൈം സോണുകളിൽ ഇരുന്ന് ശ്രമിക്കുന്ന മാന്യമായ എന്റെ സഹോദരന്മാരോട്, എന്റെ സഹോദരിമാരോട് പറയട്ടെ, this is a time, amen, we have to expect the amen revival. ദൈവത്തിന്റെ സാന്നിധ്യം, ആ എക്സ്പെക്ടേഷൻ നിങ്ങളുടെ മേൽ പകരുന്നു. ആ ഉണർവിലേക്ക് ദൈവം നിങ്ങളെ അയക്കുന്നു. കർത്താവ് ഈ ജനത്തെ തൊടട്ട്, ഇവരിലേക്ക് ദൈവിക ഉണർവുകൾ സംഭവിക്കട്ടെ. ഓരോ രാജ്യത്തിലും അൺലിമിറ്റഡ് ആയിട്ടുള്ള ഉണർവിന്റെ നെറ്റ്വർക്കുകൾ നടക്കട്ടെ. അഭിഷക്തന്മാർ വെപ്പണാകട്ടെ, അവർ ആയുധങ്ങൾ, അവർ ബോംബാകട്ടെ, മൈറ്റി ബോംബാകട്ടെ, അവർ മിസൈലുകളാകട്ടെ. കർത്താവ് അങ്ങനെ ചെയ്യും, ആശീർവദിക്കും. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.